ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഉടൻ. വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അത് അവസാനിപ്പിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇരുവരും തമ്മിൽ, അമേരിക്കൻ പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റും തമ്മിൽ അല്പസമയത്തിനകം, ഏതാണ്ട് ഇന്ത്യൻ സമയം 10:30 മണിയോടുകൂടി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് മായി അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുകയും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും മറ്റും ചെയ്ത്. വൈറ്റ് ഹൗസിലാണ് കൂടിക്കാഴ്ച. സമാധാന ഉടമ്പടിക്ക് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഏതൊക്കെ യുക്രൈൻ അംഗീകരിക്കുമെന്നത് നിർണായകമാകും. പ്രവിശ്യകൾ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ യുക്രൈൻ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ സെലൻസ്കിക്കുണ്ട്. ഒപ്പം ഈ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിവിധ യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരും ട്രംപുമായി ചർച്ച നടത്തും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് VR കാർത്തിക്. സുപ്രധാനമായൊരു കൂടിക്കാഴ്ചയാണ്, സംശയമില്ല. പക്ഷേ ഈ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും നേരത്തെ പുടിനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം സെലൻസ്കി അംഗീകരിക്കുമെന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. തീർച്ചയായും 3.5 വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം, ആ യുദ്ധത്തിന് ഒരു സമാധാന ഉടമ്പടിയിലൂടെ പരിസമാപ്തി ഉണ്ടാകുമോ, അതിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. അലാസ്കയിൽ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയുടെ 2ാം ഘട്ടം ഇന്ന് നടക്കുകയാണ്. അല്പസമയത്തിനകം വൈറ്റ് ഹൗസിൽ സെലൻസ്കി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സെലൻസ്കി അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. ആദ്യഘട്ട ചർച്ചകൾ എന്ന തലത്തിൽ US-ന്റെ പ്രത്യേക പ്രതിനിധി, യുക്രൈന്റെ ചുമതലയുള്ള US-ന്റെ പ്രത്യേക പ്രതിനിധി കെയ്ത്ത് കെല്ലോക്കുമായി അദ്ദേഹം ചർച്ച നടത്തി. ആ ചർച്ചയിലേക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് സെലൻസ്കി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, യുക്രൈന് എന്ത് തരത്തിലുള്ള സുരക്ഷാ ഗ്യാരണ്ടികളാണ് US മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്. വരുന്ന മണിക്കൂറുകളിലെ ചർച്ചയ്ക്കുള്ള ദിശാസൂചി കൂടിയാണത്. യുക്രൈന് എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് US ഉറപ്പ് നൽകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും വരും മണിക്കൂറുകളിൽ ചർച്ചകൾ നിർണായകമാവുക. 10:45 കൂടിയാണ്, ഇന്ത്യൻ സമയം 10:45 കൂടിയാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടക്കുക. അതിനുശേഷം 2 മണിക്കൂർ കഴിയുമ്പോൾ യൂറോപ്യൻ നേതാക്കളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. അത് ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം വൈറ്റ് ഹൗസിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ എന്തൊക്കെ എന്ന ആകാംക്ഷ നേരത്തെ തന്നെ ലോകത്തിനുണ്ട്. അലാസ്കയിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുമ്പോൾ തന്നെ സെലൻസ്കി യൂറോപ്യൻ നേതാക്കളുമായി, വിവിധ രാഷ്ട്രത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുടെ പിന്തുണ തേടിയിരുന്നു. അവർ പല ഘട്ടങ്ങളിലായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രവിശ്യകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള വിട്ടുവീഴ്ചയ്ക്ക് എതിരായിരുന്നു യൂറോപ്യൻ നേതാക്കളുടെ പ്രതികരണം. അതടക്കം ഉള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയണം. സ്വാഭാവികമായും ഈ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1, യുക്രൈൻ്റെ നാറ്റോ അംഗത്വം. 2, ക്രിമിയ 2014 മുതൽ റഷ്യയുടെ അധീനതയിലാണ്. ആ റഷ്യയുടെ അധീനതയിലുള്ള സ്ഥലത്തിന് ഒരു പരമാധികാരം എന്ന നിലയിൽ, അത് റഷ്യയുടെ സ്ഥലമായി എന്നുള്ള പരമാധികാരം യുക്രൈൻ അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ ഡൊണസ്ക് മേഖല, അതായത് യുക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ് അവരുടെ തന്ത്രപ്രധാന മേഖല. ലുഹാൻസ്ക്, ഡൊണസ്ക്, അതോടൊപ്പം തന്നെ സാപ്പോറിസ, കാർക്കേവ് അടക്കമുള്ള മേഖലകൾ, ആ മേഖലകളിൽ ഇപ്പോൾ റഷ്യ ഏതാണ്ട് 90% അവരുടെ അധീനതയിലാണ്, റഷ്യൻ പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ മേഖലകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ധാരണയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്നതാണ് നിർണായകം. അത്തരത്തിലൊരു നിബന്ധനയാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ സ്വാഭാവികമായും യുക്രൈൻ അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. അത് നേരത്തെ അവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. അല്പം മുമ്പ് ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് നാറ്റോ മോഹങ്ങളും ക്രിമിയ അടക്കമുള്ള മോഹങ്ങളും ഉപേക്ഷിക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും അക്കാര്യങ്ങളിലൊക്കെ എന്ത് വിട്ടുവീഴ്ചകൾക്ക് യുക്രൈൻ തയ്യാറാകും എന്ന് വരും മണിക്കൂറുകളിൽ തീർച്ചയായും അതാണ് അറിയേണ്ടത്. എത്ര വിട്ടുവീഴ്ചയ്ക്ക് യുക്രൈൻ തയ്യാറാകും.